ഹായ് ചെല്ലക്ലീസ്. അപ്പം നമ്മൾ ഇന്ന് തെങ്കാശി എക്സ്പ്ലോർ ചെയ്യാനുള്ള യാത്രയിലാണ്. രാവിലെ 5:30 തന്നെ യാത്ര തിരിച്ചു കേട്ടോ. ഫസ്റ്റ് വരുന്നത് നമ്മുടെ 13 ആർച്ച് ബ്രിഡ്ജാണ്, കണ്ണറ പാലം. അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുവാണ്. കാരണം രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ല ചൂട് പൊറോട്ടയാണ് കേട്ടോ. ദോശ കഴിക്കാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ പൊറോട്ട കണ്ടപ്പോൾ കൊതി കയറി അതങ്ങ് കഴിച്ചു. പിന്നെന്താ, അവിടുന്ന് നേരെ നമ്മൾ വരണത് സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയാണ്. ഇതിനിടയ്ക്കുള്ള വിഷ്വൽസൊക്കെ എൻ്റെ നിന്ന് മിസ്സായി, കാരണം ഞാൻ നല്ല ഉറക്കമായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഇതിനിടയ്ക്കുള്ളതൊക്കെ കിട്ടാണ്ട് പോയത്. പിന്നെന്താ, സൂര്യകാന്തി നേരത്തെ പ്ലാൻ ചെയ്തതാണ്. സൂര്യകാന്തിയൊക്കെ വിളവെടുത്ത് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ബോധോദയം ഉണ്ടായത്. നമുക്ക് നോക്കുമ്പോൾ ഫുള്ളോടെ നല്ല മഞ്ഞ കളറിൽ കാണുന്നുണ്ടെങ്കിലും സൂര്യകാന്തിയുടെ പെറ്റൽസിലൊക്കെ വെച്ചാൽ ഓരോ പൂവിലുള്ള പെറ്റൽസൊക്കെ വളരെ കുറവാണ്. പിന്നെ അതിന് കുറച്ച് ഉള്ളി, സവോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി കേട്ടോ, കാരണം നല്ല ലാഭത്തിന് ഇവിടെ കിട്ടും. പിന്നെ എന്താ, ഞങ്ങൾ അഗ്രഹാരം കാണാൻ വേണ്ടിയാണ് വന്നത്. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, തമിഴ് ബ്രാഹ്മിൻസ് താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഒരു കുളമുണ്ട്, അവിടെയൊക്കെ പോയി. പിന്നെന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ വരുന്ന അന്യൻപാറ കാണാൻ വേണ്ടിയാണ്. അന്യൻപാറയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അന്യൻ ഫിലിമിൽ നമ്മൾ ഇത് കാണാറുണ്ട്. അതിനോട് ചുറ്റുപാട്, പക്ഷേ ഈ അന്യൻപാറയ്ക്ക് താഴെ നോക്കുമ്പോൾ നല്ല വിശാലമായ വയലാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ നേരെ പാറയിലോട്ട് കയറുവാണ്. അത്യാവശ്യം നല്ല ചൂട്, ഉച്ച സമയമൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. പിന്നെ ഈ പാറയിൽ ഒരുപാട് തമിഴ് ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഓൾറെഡി മാഞ്ഞു പോയി കേട്ടോ. അവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. കാറ്റടിക്കുമ്പം ഈ നെൽപ്പാടങ്ങൾ, നെല്ലൊക്കെ ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ വരുന്നത് കുറ്റാലം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത്യാവശ്യം നമ്മൾ തൃപ്പരപ്പ് പോകുന്നൊരു ഫീലിംഗ് ആണേ. പോകുന്ന വഴിക്കെല്ലാം ഇഷ്ടംപോലെ കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ട്, കടിപിടി സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പം ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മളിവിടെ പോകണത് തന്നെ. പക്ഷേ അവിടെ ചെന്നപ്പം ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ്, ഈ തേൻ നെല്ലിക്ക. കാറിലിരുന്ന് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ തേൻ നെല്ലിക്ക കഴിക്കാൻ ഭയങ്കര മധുരമാണ്, ഇത് അങ്ങനൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ, അവിടെ ഒരുപാട് സംഭവങ്ങൾ കിട്ടും കേട്ടോ. എന്നാ നമ്മുടെ ഫ്രൂട്ട്സ് ആണെങ്കിലും അതൊക്കെ നല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് അവക്കാഡോയൊക്കെ നല്ല ലാഭത്തിന് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് ഈ സാധനം, ഈ ഇടയായിട്ട് ഞാൻ റീൽസിൽ കാണുന്ന സാധനമാണ് ആട്ടുകാൽ കിഴങ്ങെന്ന് പറയും. ആക്ച്വലി ഇത് ഞങ്ങളുടെ നാട്ടിൽ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിക്കുന്ന പന്നിപ്പച്ച എന്നാണ് കേട്ടോ ഞങ്ങളിതിന് പറയണത്. ഇപ്പം ഇതിന് ഭയങ്കര വിറ്റാമിനൊക്കെയാണെന്നാണ് പറയണത്. ഇത് നമ്മുടെ അവക്കാഡോയാണ്, അത്യാവശ്യം നല്ല ലാഭമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് വെള്ളച്ചാട്ടം ആ കാണുന്നതാണ് കേട്ടോ, അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ പോകുന്ന വഴിക്ക് കുറ്റാലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് എനിക്ക് തോന്നുന്നു അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ കുളിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ നല്ല രസമുണ്ട്, നല്ല വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇതാണ് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചൊരു, ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ, പോകുന്ന വഴികളിലൊക്കെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ബജി ഇതൊക്കെ വാങ്ങിച്ചു. അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളിനി പോരുവാണ്. അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണമല്ലോ. അതുകൊണ്ട് തന്നെ നേരെ ഞങ്ങളുടെ ഫുഡ് കഴിക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഷോപ്പ് തന്നെ, അതും ഈ ഇടയായിട്ട് റീൽസിലൊക്കെ കാണുന്നതാണ്, റഹ്മത്ത് എന്ന് പറയുന്ന ഒരു ഷോപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അതിനകത്ത് ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ പിച്ചിപ്പോട്ട ചിക്കനും ബൺ പൊറോട്ടയും. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പം ടേസ്റ്റ് ഈയിടെയായിട്ടൊക്കെ സ്ഥിരം റീൽസിൽ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റ് നല്ല സൂപ്പറാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ് ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് പിച്ചിട്ടുകൊണ്ടാണ് ഇതിന് പിച്ചിപ്പോട്ട ചിക്കൻ എന്ന് പറഞ്ഞത് കേട്ടോ. ടേസ്റ്റ് എന്ന് വരുമ്പം നല്ല കുരുമുളകിൻ്റെ ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ മുൻപിൽ നിൽക്കുന്നത്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ തന്നെ തൊട്ടടുത്തൊരു ഷോപ്പിൽ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ വേണ്ടി പോകണം. ഇതും ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, മധുരൈ സ്പെഷ്യൽ ജിഗർ തണ്ട. എനിക്ക് കാരണം ഫുഡ് കഴിച്ചതിൻ്റെ തൊട്ട് പുറകെ ആയതുകൊണ്ട് എല്ലാവരുടെ വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് നമ്മുടെ പാൽ പേടയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എനിക്ക് അങ്ങനത്തെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടമായിട്ട്. പക്ഷേ ഇത് കൂടുതലുള്ളവർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, കാരണം ഓൾറെഡി വയറൊക്കെ നിറഞ്ഞിരുന്നതുകൊണ്ട് ഈ മധുരമുള്ള കഴിച്ചപ്പോഴേക്കും അവരൊക്കെ എന്താ പറയുക അടിച്ച് കിറിഞ്ഞൊരു ഇതിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നത് നമ്മുടെ
മേക്കര കാണാൻ വേണ്ടിയാണ് കേട്ടോ. എന്താ രസം, വിശാലമായിട്ട് നീണ്ടു കിടക്കുന്ന നല്ല വയലാണ് കേട്ടോ. അങ്ങോട്ട് അപ്പുറം ഇപ്പുറം വയൽ, നടുവിലൂടെ റോഡ് പോകുന്നു. ഭയങ്കര അടിപൊളിയാണ്. പിന്നെന്താ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് വയൽ കാണാനാണോ പോയെന്ന് ചോദിച്ചാൽ വയൽ കാണാൻ അടിപൊളിയാണ്, നല്ല സൂപ്പറാണ്. അങ്ങനെ ചോദിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മറുപടികളൊന്നും തന്നെ ഇല്ല. നമുക്കറിയാമല്ലോ തെങ്കാശി വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണാനറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ പോണത് ഓൾറെഡി. പിന്നെ ആകെ ഒരു ചെറിയ വിഷമം എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ അടവി നായനാർ ഡാം കാണാനായിരുന്നു. അവിടെ മാത്രം വെള്ളം ഉണ്ടായിരുന്നില്ല ഗൈസ്. വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അടിപൊളി ഒരു മഴവില്ല് കണ്ടോ നിങ്ങളവിടെ കാണുന്നത്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മഴക്കാലത്തൊക്കെ വന്നാൽ മാത്രമേ ഡാമിൽ വെള്ളം ഉണ്ടാവത്തുള്ളൂ. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ നേരെ അവിടുന്ന് യാത്ര തിരിക്കുവാണ്. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തിരുമലൈ കോവിലാണ് കേട്ടോ. അപ്പം ഈ ഇടയായിട്ട് നമുക്കറിയാമല്ലോ പുഷ്പ ഫിലിമിലൊക്കെ ഈ കോവിലിൻ്റെ പരിസരത്തൊക്കെ കുറേ ഷൂട്ടിങ്സൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണിൽ കർപ്പൂര ദീപമായി എന്നൊക്കെയുള്ള ആ പാട്ടൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങളത് കാണാൻ പോകട്ടെ. അതിൻ്റെ മുകളിൽ നിന്നാൽ കാണുന്ന വ്യൂ, താഴോട്ട് നോക്കിയാൽ കാണുന്ന വ്യൂ ഇതാണേ. ഭയങ്കര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോവിൽ. അപ്പോൾ ഇവർ രണ്ടും കോവിൽ കയറാൻ വേണ്ടി പോവാണ്, ഞങ്ങൾ വെളിയിൽ നിൽക്കുവാണ്. അപ്പം അവർ കോവിലിൽ തൊഴാൻ പോയ സമയം കൊണ്ട് അതിൻ്റെ ചുറ്റുപാടാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ എൻ്റെ ചുറ്റുപാടുള്ളതൊക്കെ ഒന്ന് നോക്കി, നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് കാണാൻ. നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്, പിന്നെ നല്ല സന്ധ്യ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ആ താഴോട്ട് കാണുന്ന വ്യൂ. അത്യാവശ്യം നല്ല ഉയരത്തിലാണ്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റെപ്സ് വഴിയും കയറാൻ തോന്നുന്നു താഴേന്ന്. പക്ഷെ ഞങ്ങൾ വേറൊരു വഴിയുണ്ട്, കാറ് വരുന്ന ഒരു വഴിയുണ്ട്, കോവിലിനകത്ത് വരാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. ഞങ്ങൾ അതുവഴിയാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഞങ്ങളിനി പോവുകയാണ്, രാത്രി ആയിട്ടുണ്ട് ഏകദേശം. ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. യാത്ര വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ഞങ്ങൾ 4-5 പേര് ഞങ്ങളുടെ സ്ഥിരം ടൂർ പാർട്ട്നേഴ്സാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ ഒരേ മൈൻഡിലുള്ളവരായതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളെക്കാൾ ഉപരി നമ്മുടെ മൈൻഡ് ഒന്നായാൽ മാത്രം മതിയാവും. എന്ത് കാഴ്ച കണ്ടാലും അത് ഭയങ്കര രസമായിരിക്കും എന്ന് ഈ യാത്രയിലൂടെയും കൂടെ വീണ്ടും ഞങ്ങൾക്ക് മനസ്സിലായി. ഓൾറെഡി ഞങ്ങൾ ഇതുപോലൊരു എന്താ പറയുക, ഒരു കൊടൈക്കനാൽ യാത്ര മുൻപ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. സെയിം അതുപോലെ തന്നെയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇവിടെ വെച്ച് ഞങ്ങൾ 1-2 റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങളുടെ ലോകമാണ് അന്താക്ഷരിയും കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങനെ വീണ്ടും ഒരു ഇതും കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അടിപൊളി യാത്രയായിരുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. രേഷ്മ നീ പാടി അത് രേഷ്മ തന്നെ 2 തവണ പാടി. നിന്റെ